ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാൻ ചേർന്ന CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലും മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മേയർ കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് കമ്മിറ്റി പറഞ്ഞത്. ജൂലൈയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും മേയർക്കെതിരെ വിമർശനം ഉയർന്നു. നഗരസഭയിലെ സംഭവ വികാസങ്ങൾ LDF കൗൺസിലർമാരെ പോലും മേയർ അറിയിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമായി വന്നു. പല കാര്യങ്ങളും LDF യോഗത്തിൽ ചർച്ച ചെയ്യുന്നില്ലെന്നും LDF അംഗങ്ങൾ തന്നെ തുറന്നു പറഞ്ഞു കഴിയുകയും ഇതിന്റെ അതൃപ്തി പല അംഗങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭയിൽ കെട്ടിട നമ്പർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംഭവം മറ്റാരെയും അറിയിക്കാതെ മേയർ സ്വന്തം നിലയ്ക്ക് പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇതിനൊക്കെ പുറമെ അനുമതി ലഭിക്കാനായി തിരുവനന്തപുരം ഗവൺമെന്റ് SMV സ്കൂളിന്റെ ഗേറ്റ് ദ്രുതഗതിയിൽ മാറ്റി സ്ഥാപിച്ചതും ഇതിനെതിരെ മേയർ മിണ്ടാതിരുന്നതും CPMന്റെ പാളയം ഏരിയ സമ്മേളനം നടത്താൻ വഞ്ചൂര് റോഡ് കെട്ടിയടച്ചു മേയർ മാതൃക കാട്ടുകയായിരുന്നു. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ ഈ വിഷയങ്ങളിലൊന്നും ആര്യ ഒറ്റപ്പെട്ടില്ല. കാരണം DYFI നേതാവ് AR റഹീമും കൂട്ടുണ്ടല്ലോ എന്നോർത്ത് ആര്യയ്ക്ക് സമാധാനിക്കാം. എപ്പോഴും പറ്റിപ്പോകുന്നൊരു കാര്യമുണ്ട്. ജനപ്രതിനിധികളായി വോട്ട് ചോദിക്കുമ്പോൾ വരെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും എന്നാൽ ജനപ്രതിനിധിയായി അധികാരത്തിലെത്തി അധികാരദണ്ഡ് കയ്യിലെത്തുകയും ചെയ്യുന്ന സമയത്ത് ജനങ്ങളെ മറക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ള രീതിയാണ് ആളുകൾ ഫോളോ ചെയ്യുന്നത്.